ഹലോ ഗെയിമേഴ്സ്. അപ്പോൾ ഞാനിതിനു മുമ്പ് ഡ്രൈവ് ഡെലിവർ അറ്റ് എനി കോസ്റ്റ് എന്ന ഗെയിമിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷനൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഗെയിം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്ന്. സോ ഞാൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു സൈറ്റിൽ നിന്ന് ലീഗലല്ലാതെ ക്രാക്ക് വേർഷനാണ് ചെയ്തത്. നമുക്കൊന്ന് ജസ്റ്റ് കളിച്ച് നോക്കാം. എന്നാലും ഫുൾ ഗെയിം വേർഷൻ കിട്ടുന്നുണ്ട്. 8 GB ആണ് ഗെയിമിൻ്റെ സൈസ് വരുന്നത്. ഗെയിമിലേക്ക് പോവാം. വളരെ കുറഞ്ഞ ഒരു സൈസിൽ ബാക്കിയുള്ള ഗെയിമുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു എന്താ പറയുക, ഒരു പെർസ്പെക്റ്റീവിലാണ് ഗെയിം ഉണ്ടാവുന്നത്. അതായത് ഒരു ഫിക്സ്ഡ് ക്യാമറ പെർസ്പെക്റ്റീവാണ്. A time of rock and roll, polka dot dresses, and the ever-looming dread of nuclear annihilation. But let's not dwell on the doom and gloom. Our tale begins on the sleepy island of Saint Monique. പിന്നെ മൗസ് വേണ്ട കളിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ക്യാമറ പെർസ്പെക്റ്റീവിനകത്താണ് ഗെയിം പോകുന്നത്. ജസ്റ്റ് ഒന്ന് കളിച്ചോക്കെ. എനി ബട്ടൺ ടു പ്രസ് സ്റ്റാർട്ട് ന്യൂ ഗെയിം. ഓക്കെ, ഞാൻ ഒരു ഗെയിം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ കളിച്ച് വെച്ചിരുന്നു. ഒന്ന് കളിച്ച് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എണീക്കുന്നു, പോരുന്നു, അങ്ങനെയൊക്കെയാണ്. ഇത് അവൻ്റെ വീട്. ഓക്കെ, ഇതാണ് സംഭവം. ഇതിനകത്ത് ക്യാമറ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ അവൻ്റെ ഹോട്ടൽ റൂമിലാണുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ പുറത്ത് പോകണം. ഈ പ്രസ് ചെയ്യാനാണ് പറയുന്നത്. Can only mean one of two things: secret admirer or someone wants to murder me. Miss Landlord. Definitely. Let's see. ബാക്ക് ഷിഫ്റ്റ് അടിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Yeah, got till end of next week. Great. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ കാലിൻ്റെ ഒക്കെ പാട് കാണിക്കുന്നുണ്ട്. അവിടെ പോവുക. Now, where did I put that three-piece suit? ഓക്കെ, അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. എനിക്ക് ഈ ഒരു പെർസ്പെക്റ്റീവും ഈ ഓൾ ഓവർ ഗ്രാഫിക്സ് ഒക്കെ, അതായത് ഭയങ്കര ആനിമേറ്റഡ് ലെവലിലാണ് ഇതൊക്കെ ഗ്രാഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തോ മെസ്സേജ് വന്നതൊക്കെയാണ്. മിസ്റ്റർ ഗ്രീൻ എന്തോ ആവട്ടെ. ബാക്ക് സ്പേസ് ആണ് ഇതിനകത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ. കാല് I used to scribble down my engineer. With the help of We Deliver. I should go there ASAP. Desperately need a job. Where'd I put the damn keys this time? Breathe, Winston. No, what? Screw it. Not as if my life hasn't been completely stripped clean anyways. ഷിഫ്റ്റ് കീ അടിച്ച് കഴിഞ്ഞാൽ സ്പ്രിന്റ് ചെയ്യാൻ പറ്റും, സ്പീഡിൽ ഓടാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മളെ കാറ്. വേറെ ആരോ കാറാ തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ കാർ എടുക്കാൻ പറ്റുമെന്ന് പോയി നോക്കാം. എടുക്കാട്ടോ. ഇതാണ് കൺട്രോൾ. ASW ആണ് നമ്മുടെ കൺട്രോൾ. സ്പേസ് ബാർ ഇതിനകത്തുണ്ട്, ബ്രേക്കിനുണ്ട്. ഓക്കെ, നോക്കാട്ടോ. റൈറ്റ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ സ്പ്രിൻ്റ് ആവില്ല കേട്ടോ. ലെഫ്റ്റ് ഷിഫ്റ്റിൽ സ്പ്രിൻ്റ് ആവുള്ളൂ. നമുക്ക് കാറൊക്കെ മാറ്റി മാറ്റി എടുക്കാം കേട്ടോ. സെറ്റിലാണല്ലോ. ഓക്കെ, നമുക്ക് GTA പോലെ ഒന്ന് ഇറങ്ങിയിട്ട് വേറെ കാർ എടുക്കാൻ പറ്റും, നോക്കി നോക്കാം.
ഇല്ല, വേറെ ആളുടെ കാർ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനകത്ത് അടിക്കാനും ഇടിക്കാനൊക്കെ പറ്റും, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റും. ഇതൊക്കെ പേപ്പറൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നത് കിളി പോയതുപോലെ. ഇത് നോർമൽ സ്പീഡ്, ഇത് സ്പ്രിന്റ് സ്പീഡ്. വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. അടിക്കാനൊക്കെ ഉള്ള സ്വിച്ച് ഏതെങ്കിലും ഉണ്ടോ നോക്കി നോക്കുക. ഇതിനകത്ത് സെറ്റിങ്സ്, ഓക്കെ, സെറ്റിങ്സ് കൺട്രോൾസ്, ത്രോട്ടിൽ WS വണ്ടിയുടെ കൺട്രോൾസ്, സ്റ്റിയറിംഗ് ലെഫ്റ്റ് റൈറ്റ്, വെഹിക്കിൾ ഹാൻഡ് ബ്രേക്ക്, ഓക്കെ. വെഹിക്കിൾ കൺട്രോൾ അല്ല നമുക്ക് വേണ്ടേ. വേറെ എന്തൊക്കെയോ സംഭവമാണ് കേട്ടോ ഗെയിം മെയിനായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, താഴേക്കാണ് ഇങ്ങനെ പോകണം. ബുക്കായിട്ട് കാണിച്ചപ്പോൾ ഈ പേജൊക്കെ മറിക്കുന്നവരെ ഇങ്ങനെ മറിച്ച് നോക്കേണ്ടി വരും. സൗത്ത് സെഡ് CAQUHF ലൈറ്റ്, പിച്ച് ബ്രേക്ക്, പിച്ച് ബൈക്ക് ബാക്ക്വേർഡ്, WS ഓൺ ഫുട്ട്. ഓക്കെ, ഓൺ ഫുട്ടിൽ എന്തൊക്കെയാണ് നോക്കാം. WS മൂവ് ചെയ്യാൻ, ഓക്കെ, സ്പേസ് ജമ്പ് ചെയ്യാൻ, സിയും വിയും CV, ദെൻ ഷിഫ്റ്റ് സ്പ്രിന്റ് ചെയ്യാൻ. ഇത് ഷിഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. മനസ്സിലാവുന്നില്ലല്ലോ. മൗസ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഇന്ററാക്റ്റീവ് എൻ്റെ കാറിന് ക്യാമറ ആംഗിൾ 1, 2, 2 ആംഗിൾ ക്യാമറ ചെയ്യാൻ പറ്റും കേട്ടോ. 1ഉം 2ഉം ഉണ്ട്. നമുക്ക് 1ഉം 2ഉം പ്രസ് ചെയ്ത് നോക്കാം. പിന്നെ സ്കിപ്പ് ഡയലോഗ്, ബാക്ക് സ്പേസ്, സ്കിപ്പ് സിനിമാറ്റിക്, ബാക്ക് സ്പേസ്, മാപ്പിന് M ആണ്, റേഡിയോ I ആണ്, ജേണൽ J ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് VC ആണ് മെയിനായിട്ട്. പിന്നെ 2 ക്യാമറ പൊസിഷനും ഉണ്ട്, അല്ലാതെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പം നമുക്കതൊന്ന് നോക്കാം. ഇതാ C, ഓക്കെ. ഇനി ക്യാമറ പൊസിഷൻ, ഒരു ക്യാമറ പൊസിഷൻ ഇത്, ഒരു ക്യാമറ പൊസിഷൻ ഇത്, ഇത്രയേ ഉള്ളൂ. ഈ 2 പൊസിഷനേ ഉള്ളൂ ക്യാമറ. ജസ്റ്റ് ഒരാളൊന്ന് കിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവളെ കിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ പിന്നെ V അല്ലേ, അടിച്ചു. ഇതാ അവൾ ഓടിപ്പോയി. നാവിഗേറ്റ് ആരോ, ഓക്കെ. അവർ മിഷൻ കളിക്കാൻ വേണ്ടി പറയുന്നത് യെല്ലോ ആരോ ടു ഗെറ്റ്. എന്തോ പറയുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ നമ്മളുടെ ഇവിടെ. What was the name of that company again? We Deliver? I should head there. Hopefully they still have a spot open. I guess I can always check the tourist map. അടിക്കാൻ പറ്റും, നമ്മൾ അടിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, നമുക്കൊരു വാർണിംഗ് തന്നിട്ടുണ്ട് മാപ്പ് എടുത്ത് നോക്കാൻ. എന്നിട്ട് ഇതാണ്, ഇത്രയേ ഉള്ളൂ മാപ്പ് അല്ലേ. 9 GB ഗെയിമാണ്. എന്ത് രസമായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇതൊക്കെ കളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ഒരു ഷോട്ട് നമുക്ക് ഇവിടെയാണ് എത്തണ്ട കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകണം. ജേണൽ എന്താ, J അടിച്ചു നോക്കാം. ഇതാണ് J. സെറ്റ് ഒന്നും മനസ്സിലാകുന്നില്ല. അത് മെഷീൻ്റെ ഭാഗമായിട്ടായിരിക്കും വരുന്നത്. നമ്മളെ വണ്ടി ഇപ്പം എവിടെയാണ് ഉള്ളത് എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ, ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഏതെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കയറാം. ആൾക്കാർ ഓടിക്കുന്ന വണ്ടിയാണ് എടുക്കാൻ പറ്റാത്തത്. ഇനി ഇതിൻ്റെ ഡിസ്ട്രക്ഷൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. കണ്ട ഓ ഏതാ മോനെ ഡിസ്ട്രക്ഷൻസ്. പാലം പൊളിഞ്ഞാടി എൻ്റെ മോനെ. പൊളി തെങ്ങൊക്കെ ഇതാ നിരത്ത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓ സെറ്റ് ഗായ സെറ്റ് ഇടിച്ചിട്ടുള്ള. ഓ
പാവക്കുട്ടിയൊക്കെ തെറിക്കുന്ന പോലെ നമ്മളെ CBI സിനിമയിലെ ഡിറ്റക്ടീവ് നേരെ അറിയാൻ CBI ഡെമ്മി കൊണ്ടോണ്ട് എറിയൂലേ, ഇതാണ് പരിപാടി. ഇവളൊന്നും ഇതുവരെ മരിച്ചില്ല കേട്ടോ, എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണോ എന്തോ. വാടാ വാ. പോലീസൊന്നുമില്ല. ഒരു പ്രത്യേക തരം വാട്ടർ പ്രൂഫ് ഗായിസാണ് ഇതിനകത്തുള്ളത് കേട്ടോ, മരിക്കുന്നില്ല. നമ്മളെ വണ്ടി പൊളിഞ്ഞ് അടി. ഓക്കെ, നമുക്ക് പോകാനുള്ള ലൊക്കേഷൻ എന്തായാലും അവിടെ ഉണ്ട്. പോയോക്കാം, ലൊക്കേഷനിൽ പോയോക്കാം. എന്തായാലും ഏറ്റാണല്ലോ തോക്കൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ ആൾക്കാരൊക്കെ എങ്ങനെ വെടിവെച്ചിടാനാണ്. ഇവിടെ എവിടെയാണല്ലോ നമ്മളെ ലൊക്കേഷൻ പറയുന്നത്. ഇതിപ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവിടെയാണോ ലൊക്കേഷൻ അതോ അവിടെയാണോ ലൊക്കേഷൻ? ഓക്കെ, എന്താ പറഞ്ഞു? ക്യാഷ് ഡിസ്കവർ ക്യാഷ് around the world or earn cash by completing missions. Cash can be used to buy items at shop. ഓക്കെ, എന്തായാലും നമ്മൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ക്യാഷ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം ഇതൊന്നും അല്ല ഗൈസ്. ഇവിടുന്ന് വണ്ടി ജമ്പ് ചെയ്യാൻ കേട്ടോ. ഓഹോ, വണ്ടിയുടെ കോളം നോക്കിയാൽ എന്ത് രസമായിട്ട് അവർ ചെയ്യുന്നത്. ഫുള്ളി ഐറ്റം. ഇവിടുന്ന് എവിടുന്നും ആണ് പരിപാടി. ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനായിരിക്കും. അത് തന്നെ നമ്മൾ അവിടെ പോയിട്ട് കളിച്ച സെന്റ് മോണിക്കോ സിറ്റി. നമ്മൾ വേറൊരു സിറ്റിയിലേക്ക് എൻ്റർ ആവുകയാണ്. സംഭവം ലോഡിങ് ടൈം ഒക്കെയാണ് ഇപ്പം. ഇവിടെ ഇപ്പോൾ എവിടെ പോകണ്ടേ? ആപ്പിൾ ലൊക്കേഷൻ കാണിച്ചിട്ട് വെള്ളം വരുന്നു. ഓക്കെ, വണ്ടി കത്തി ഗൈസ്. തീയൊക്കെ കഥ നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള, നമ്മൾ ആരെങ്കിലും ഒക്കെ ഓടിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, പോയിട്ട് എടുക്കാൻ പറ്റില്ല നമുക്ക്. അതാണ് GTA-യിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം ഞാൻ ഇന്നത് കാണുന്നത്. ഇവിടെ ഡോറൊക്കെ തുറന്നു നടക്കുന്നത്, എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇല്ല. പിന്നെ ഈ മരത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. നേരത്തെ ഞാൻ എന്തോ പെട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയതുപോലെ ഫീലായിരുന്നു. ഇങ്ങനത്തെ ഈ എല്ലായിടത്തും പേപ്പർ പറയാൻ എൻ്റെ മൂനെ പൊള്ളി. ഇത് കിക്ക് ചെയ്യാനുള്ള സ്വിച്ചാട്ടോ. ഇവിടെയൊക്കെ പോയി കിക്ക് ചെയ്ത് നോക്കാം. ഹായ്, പൊളി പൊളി പൊളി. വണ്ടി എടുത്ത് വെള്ളത്തിലിട്ട് എന്താ സംഭവിക്കാൻ നോക്കാം. നല്ല ക്ഷമല്ല മനുഷ്യനായിരുന്നു ടയർ. ഹായ്, നമ്മൾ വണ്ടി വെള്ളത്തിൽ വീണു. വണ്ടി വെള്ളത്തിൽ വീണ എന്താ സംഭവിക്കുക? വണ്ടി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് വരും. അത്ര നമ്മൾ വെള്ളത്തിൽ ചാടിയാലോ? അവിടെ പുഴ ഉണ്ട്, ചാടി നോക്കട്ടോ. ഓക്കെ, ഹായ് ഹായ്. നമ്മൾ വെള്ളത്തിൽ വീണ് മരിച്ചു വരിക്കുന്നത്. വീണ്ടും നമ്മൾ ഇവിടെ തന്നെ വരും. അടിപൊളി. ഡ്രഗ്സ് എടുക്കണം എന്നാ പറയുന്നത്. ചിലപ്പോൾ ലൈഫ് കുറവുണ്ടാവും. ഇവിടെ ഒന്ന് ചവിട്ടാൻ നോക്കിയിട്ട് ചവിട്ടാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. ഇവനെന്താ അടി കൊണ്ടിട്ട് മിണ്ടാതെ പോകുന്നേ? ഈ മാറിപ്പോയതാ. ഓ, അടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അവനെ. ഇങ്ങനെ തള്ളാനേ പറ്റും. അവന്റെ മേത്ത് കൂടെ വണ്ടിയും കയറിപ്പോയി. എന്നിട്ടും അവനൊരു കുഴപ്പമില്ല.
നമ്മള് രണ്ടാളും ഇടിച്ചു പൊളിഞ്ഞു. ഇതന്നെ ഉള്ളൂ, ആകപ്പാടെ ഈ 2 സ്വിച്ചേ ഉള്ളൂ. ചാടുക, കുന്തുക, തള്ളുക. നമ്മളെ വണ്ടിയുടെ എന്തോ പ്രശ്നമാണോ അത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റോഡ് സൈഡിൽ നിർത്തിയിട്ടൊരു വണ്ടി കാണണം, എന്നാലേ നമുക്ക് കാര്യം നടക്കുള്ളൂ. ആ ഫോൺ ബൂത്ത് ഇതെന്താ? If you lose your company car, you can retrieve by location using a phone booth on the map. Phone booth സിറ്റുവേഷൻ. ഫോൺ ബൂത്ത് ചില സിറ്റുവേഷനിൽ കിട്ടില്ല. അതായത് നമ്മളെ വണ്ടി നമുക്ക് നാശമായി കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോൺ ബൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി എവിടെയായിട്ടുള്ള എന്നുള്ളത് മാപ്പിൽ കാണിച്ചു തരും എന്നാണ് പറയുന്നത്. മാപ്പ് എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെയാണ് ഉള്ളത്. നമ്മൾ ഫോൺ ബൂത്ത് കയറിയപ്പോൾ നമ്മളെ വണ്ടി എവിടെ കാണിച്ചേ ഒന്നും കൂടി കയറി നോക്കട്ടെ. ഇവിടെ മാപ്പിൽ ലൊക്കേഷൻ കാണിച്ചിട്ട്, അതായത് നേരെ ഇങ്ങോട്ട് വരാനാണ് പറയുന്നത്. ഇത് ഒരുമാതിരി ക്യാമറ സ്ക്രീൻ ആണല്ലോ മൊത്തത്തിൽ. എങ്ങോട്ടാ വരണ്ടേ? ഇവിടെ ഒരു വണ്ടി ഉണ്ട് എന്നാണ് കാണിച്ചത്. വന്ന് നോക്കാം കിടക്കുന്നു. ഓക്കെ, ചാത്തന്റെ കളിയാ. ഇയാൾ ഇനിയിപ്പോ പുഷ്പ പോലെ നീച്ചു വരും. എന്റെ പൊന്നോ തോച്ചൻ കഴിഞ്ഞിട്ട് എന്തോ സാധനമൊക്കെ, മരം വെട്ടുന്ന സാധനമൊക്കെ വെച്ചിട്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ഏതോ മരം വെട്ടുകാരനാ തോന്നുന്നു. ഒന്നും കൂടി ഇടിച്ചോക്കെ ഞാൻ. വെള്ളത്തിൽ പോട്ടെ. ഇത് നമ്മളെ വണ്ടികളാണ്. വീണ്ടും നമ്മൾ വണ്ടിയായിട്ട് വന്നിരിക്കുന്നത്. ആ മരം വെട്ടുകാരനവിടെ മോനെ, അവൻ വന്ന് നോക്കിക്കേ. അവനെ കൊന്നിനാ നമുക്ക് മറ്റേ സാധനം കിട്ടോ. എൻ്റെ മോനെ, നടക്കാൻ പോലും പറ്റാത്ത അപ്പൂപ്പനാണ് നമ്മളെ വന്നിട്ട് വണ്ടി അടിച്ച് കലിപ്പുണ്ടാക്കിയേ. ഓടിപ്പോന്ന് നടക്കാൻ പറ്റാത്ത അപ്പൂപ്പൻ. പാടാ, നീ എന്തോ സാധനം എടുത്തിട്ട് എൻ്റെ വണ്ടിനകത്ത് അടിച്ചിരുന്നല്ലോ. ആ സാധനം ഒന്നും കൂടി എടുക്ക്. ബാ അപ്പൂപ്പ ബാ. അപ്പൂപ്പൻ ഇതിൻ്റെ ഒക്കെ ഇടയില്. അപ്പൂപ്പന് ഓടിപ്പോട്ടെ. 2 തള്ളു കൊടുത്ത അപ്പൊ ഏത് അപ്പൂപ്പന് കൊടുക്കും? ഇവിടേക്കാണ് നമുക്ക് വരണ്ടത്. ട്രെയിനല്ലേ ഈ കിടക്കുന്ന. ട്രെയിൻ എടുക്കാൻ പറ്റുമോ? മിസ്റ്റർ ട്രെയിൻ. ട്രെയിനിൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ട്രെയിൻ എടുക്കാൻ പറ്റൂല. നീ ഇറങ്ങി തല്ലുന്നില്ലടാ, ഒന്ന് തല്ലി നോക്കടാ. ആ ഇവിടെ എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ? ആണ് ലൊക്കേഷൻ. എൻ്റർ വി ഡെലിവേർഡ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നടന്നു പോകുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിന്നാണ് ഡെലിവറി ചെയ്യാനുള്ള സാധനം കിട്ടുക. ഇത് നമ്മൾ പോയി എടുക്കണം. ഗ്രീസോ? എനിക്ക് ഈ സീനൊന്നും കാണുന്ന പരിപാടി തീർക്കണം. എനിക്ക് അതിന് മാത്രം ഈ കഥയിൽ അങ്ങനെ ചെയ്യണ്ടേ? എവിടെയൊക്കെ പോകണ്ടേ? പുറത്തിറങ്ങിയ ഇവിടെ തന്നെയാണ്. വെള്ളം കുടിക്കാൻ പറ്റില്ല. ആ ഇവിടെ സിയും വി ഒന്നും നടക്കുക. വെള്ളം കുടിക്കുന്നൊന്നുമില്ല, വെറുതെ വേണമെങ്കിൽ ഓൺ ആക്കിയിട്ടിട്ട് പോവാം. ഇതൊക്കെ എന്തിനാ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. വാട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്.
ഇങ്ങനെ ഇരുന്ന് കയറണ്ടല്ലേ. This door, perhaps? ഓക്കെ. Remember, this is your life now. What about Winston from 2 years ago? Where's Johnny? ജോണിനെ കാണാൻ പോകണം. മേലേക്ക് സ്റ്റെപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ലെങ്കിലും അങ്ങ് പോവന്നെ. എന്തിനാണ് ഇവരിങ്ങനെ ഗെയിം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കും. നീയാണോടാ ജോണി? അവൻ നോട്ട് ചെയ്തു, അപ്പത്തേക്ക് ഒരു ഫയലും ചെയ്തു. ഏതോ കിളി പോയോനാ. അവൻ്റെ അടുത്ത് പോയിക്കാണ്. ഇപ്പൊ അവൻ പറഞ്ഞിട്ടുള്ളൂ നോട്ട് ചെയ്തു ഫയലും ചെയ്തു. ഇപ്പൊ വന്ന് ചോദിച്ചപ്പോ പറയാ ആ ഫയൽ എവിടെയാ വെച്ചത്. ഒക്കെ കിളി പോയവന്മാരാ. ഇവിടെ എവിടെയോ ആണ് നമ്മൾക്ക് പോവണ്ട അവസ്ഥയിലത്. എവിടേക്കാ പോകണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഈ റൂമിൽ നമ്മളെ പുറത്താക്കി. താഴേക്ക് വരാനാ. ഇവനാണ് വന്നത്. ഇവനാണ് ജോണിയോ. You must be Winston. I'm Johnny, the linchpin of operations here at We Deliver. You see, I shouldn't leave yet. There are still things to do. You see, I'm the one who orchestrates the flow of everything, from the tiniest paperclip to the largest. I shouldn't leave yet. There are still things to do. You see, I'm the one who orchestrates the flow of everything, from the tiniest paperclip to the largest orders. You'll be receiving your assignments directly from me. It's crucial to understand that I have refined these processes to perfection over my years here. Adherence to my methods is not just expected, it's essential for our collective success. Remember, Winston, in this pond, I'm the one who keeps the ecosystem balanced. I look forward to seeing if you can swim with the current. The company car is parked outside. Go find it, and I'll call you on the radio with instructions for your first delivery. Oh, tool chests. I wonder what's inside. ഓക്കെ, എന്തൊക്കെയോ പാർട്സ് ഒക്കെ ഗാഡ്ജറ്റ്സുകൾ നമ്മൾ അസംബിൾ ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിന് ഇപ്പം നമുക്കൊരു ടാപ്പ് പോലത്തെ ഒരു സാധനം കിട്ടിയത്. ഇതേപോലെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വേണം എന്നാണ് പറയുന്നത്. അപ്പം അതിങ്ങനെ ഇങ്ങനെ ഓരോ പെട്ടിയിൽ നിന്ന് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞെട്ടുമ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അസംബിൾ ചെയ്തെടുക്കാൻ പറ്റുന്നൊക്കെയാണ് നമ്മൾക്ക് പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അത് അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ പോയിട്ട് പല ലൊക്കേഷനിലായിട്ടായിരിക്കും ഉണ്ടാവുക. അവിടെ ഇവിടെ ആയിട്ട് പോയിട്ട് നമ്മളത് കണ്ടെത്തേണ്ട വരും. ഓക്കെ, ഇതാണ് അപ്പം നമ്മുടെ കമ്പനി തന്നിരിക്കുന്ന വണ്ടി. നമ്മൾ കമ്പനി തന്നിരിക്കുന്ന വണ്ടിയിൽ കയറുന്നു. Gee whiz, smells like a fish market in here. എങ്ങോട്ടാ പോകണ്ടേ? Winston, there is a parcel waiting for you at a shop at the north side of St. Monique City. Yes. The Palm Royal are preparing for their big Bicentennial celebrations. You are to transport something they ordered as part of their grand finale. ഓക്കെ, നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഒരു പാർസൽ എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലൊക്കേഷനിൽ പോകണം, ആ പാർസൽ എടുക്കണം. ഇതാണ് ലൊക്കേഷൻ. എവിടെയാണെന്ന് നോക്കിയാൽ ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ. പിടിച്ചും കിട്ടാലോ. എത്ര അടിച്ചിട്ടാണ് ചാവാത്ത ചെങ്ങായ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എത്ര വേണേലും പിടിച്ചിടാം. ഓക്കെ, ഇനി ഇറങ്ങിപ്പോയി ഇവനെ കണ്ടിട്ട് ഒരു Oh, you're here to pick up the kiloton calamity? Great, it's out back. Where do you need me to sign? Just wait for a moment before you load it up, okay? അവൻ്റെ ബിൽഡിങ് നമ്മൾ ഇടിച്ചു പൊളിച്ചു. എന്നിട്ട് എന്ത് മാന്യമായ ചെങ്ങായാണ്. കുറച്ച് വെയിറ്റ്, ഇപ്പൊ സാധനം എടുത്തു തരാന്ന്. ഈ കിളി പോയവനാണോ ഇതേ? പടക്കൊക്കെ പൊട്ടിക്കുന്നത് എന്താ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യണ്ടേ? ഇവിടെ പോയിട്ട് ഇത് നമ്മൾ ലോഡ് ചെയ്യണത്. ഇതാണ് സാധനം എന്ന് അറിയുന്നത്. ആദ്യം സാധനം അടിച്ചിട്ടില്ലേ.
എന്റെ മോനെ ഇവന് Seems that time at the ഹൾക്കിനുണ്ടായതാട്ടോ. bar was good for something. സിമ്പിളായിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുന്നത്. എന്റെ മോനെ ആരാന്ന് വെച്ചിട്ടാ ഔട്ടി. ഓക്കെ, വണ്ടിയിൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് സാധനം കയറി. രസമാണ്, വെറുതെ കളിച്ചോണ്ടിരിക്കാൻ രസമാണ് കേട്ടോ. That was weird. ഓരോ ഇടിക്കും പടക്കം പൊട്ടുന്നു. എന്റെ മോനെ പൊളി പൊളി. ലൊക്കേഷൻ എവിടെ? പോകേണ്ട ലൊക്കേഷൻ എവിടെ? ഡെലിവറി ചെയ്യട്ടെ ഞാൻ. എന്താ വാച്ച് ഔട്ട് ദ ഫയർ വർക്കേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ക്രാഷ്ഡ് ടു ദ ഗ്രൗണ്ട്. ഈ സാധനം നിലത്ത് വന്ന് ക്രാഷ് ആവുന്നുണ്ട്. അതിനകത്ത് തട്ടിക്കണ നമ്മളെ വണ്ടി ക്രാഷ് ആവും എന്നാണ് പറഞ്ഞത്. ഇവനെന്തോ സാധനം എടുക്കുന്ന അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ. അപ്പോൾ ആ സാധനത്തിനകത്തേക്ക് ഞാൻ കയറ്റി നോക്കിയതാ. ഈ സാധനത്തിൽ പോയിട്ട് നമ്മളെ വണ്ടി ക്രാഷ് ആവും എന്നാണ് പറയുന്നത്. നമ്മളെ നിന്ന് തിരിച്ചു പോയതാ. ഒരു പെണ്ണ് നമ്മളെ തല്ലാൻ വേണ്ടി നമ്മളൊന്നും ചാവാത്ത അതവള് പിടിച്ചിരിക്കുന്ന വണ്ടീനകത്ത്. എന്റെ മോനെ പൊള്ളി. ഇപ്പൊ അവൾക്ക് പകരം വീട്ടാനൊന്നുമില്ല, സിമ്പിളായിട്ട് പോകുന്നു. ഓക്കെ, അവള് ചെയ്ത് നോക്ക്. വെറുതെ വന്ന് വണ്ടി പിടിച്ച് തൂകുന്നു. എന്നാൽ നമ്മളൊന്നും എടുത്ത് പുറത്തിട്ട് അടിച്ചു കൂട്ടണ നമ്മളെ അതൊന്നും ചെയ്യുന്നില്ല. അവൾക്ക് വെറുതെ കുറച്ചു നേരം വണ്ടി തൂങ്ങിയാൽ മതി. നമ്മളെ ഫ്രണ്ടിത്തെ 2 ടയർ ഇല്ല കാര്യം. ഗായ്സ്, നമ്മുടെ വണ്ടി ഊപ്സ് ആയിരിക്കുന്നു. അതാ വണ്ടി പോകാൻ തുടങ്ങി. നമ്മളെ വണ്ടി റിപ്പയർ ആയിട്ടാ. എങ്ങനെ റിപ്പയർ ആക്കിയേ? നമുക്കിങ്ങനെ പോയിട്ട് നമ്മളെ വണ്ടി എവിടെയാണോ കംപ്ലൈന്റ് ഉള്ളത് ഇവന്മാരൊക്കെ നമ്മൾ തല്ലാൻ വേണ്ടി. എണീക്കടാ. നമ്മളിങ്ങനെ വാണിട്ട് കളിക്കുന്നതുകൊണ്ട് ഇത് അവന്മാർക്ക് ഇഷ്ടപ്പെടാണ്ട് ഓക്കെ. ഓക്കെ, നമ്മള് തൽക്കാലത്തിന് 2 ടയർ ഇട്ട് ഈ വണ്ടി പോയി ചാടിക്കണേ. വണ്ടി പൊട്ടിപ്പോയല്ലോ. ആടാ ചാടൂലട്ടോ. ഞാൻ വിചാരിച്ച വണ്ടീൻ്റെ മേലെ കൂടെ കുറച്ചൊക്കെ ചാടി. പക്ഷെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ചാടും ചെയ്തില്ല. ഇപ്പം എവിടേക്കാ പോകണം? നമ്മൾ ഡെലിവറി മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഈ വണ്ടി ഇപ്പോൾ പുറത്തേക്കല്ലോ. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരന്മാരിങ്ങനെ വരുന്നുണ്ട് നമ്മളതാക്കാൻ വേണ്ടിയിട്ട്. ഈ നാട്ടിലുള്ള ഒരിക്കലും ചാവൂല, അതാണ് പ്രശ്നം. ഓക്കെ, ഇപ്പൊ 2 വീല് ശരിയായില്ലേ? വണ്ടി 2 വീല് ശരിയായിക്കാൻ പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം മാപ്പ് എടുത്തിട്ട് വണ്ടി എവിടെ നമ്മൾ എത്തേണ്ടത്. ഇവിടെയാണ് നമ്മളുള്ളത്. അല്ല, ഇങ്ങെത്തണോ? ഇത്രയും ദൂരം ഈ വണ്ടി കൊണ്ടുവരാന്നൊക്കെ പറയുന്നത് റിസ്ക് ഉള്ള കാര്യം അറിയോ? നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. അല്ല,
ഇവിടെ എവിടെയാണ് നമുക്ക് ഈ സാധനം ഡെലിവറി ചെയ്യാത്ത പെട്ടെന്ന് വരിക ഈ സ്ഥാനത്ത് പെട്ടെന്നാണ് വണ്ടി കയറി വരിക. അപ്പോൾ അതാണ് ചോദ. പൊളിച്ച് കഴിച്ചിട്ട് വിട്ടാൽ വീടൊക്കെ പൊളിച്ച്. ജെയിംസ് ബോണ്ടിന്റെ കയ്യിലുണ്ടോ മാതിരി ഐറ്റം? ലൊക്കേഷൻ മാറിയല്ലോ. നമ്മൾ അടുത്ത ടൗണിലെത്തി. നമ്മള് എവിടെ മാപ്പ് ഒന്നുകൂടെ എടുത്ത് നോക്കട്ടെ. എവിടെ ഡെലിവറി ഉണ്ട്? ഓ ഇങ്ങെത്തണല്ലേ. അപ്പോൾ ശരിയാക്കി തരാം. മാപ്പിന്റെ ഒരറ്റത്ത് ഇങ്ങേ അറ്റത്ത് എത്തിട്ടോ നമ്മള്. ഓ സ്ഥലം നോക്കിക്കേ. എന്റെ മോനെ ബീച്ചൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറെക്കുറെ കൂടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് നമുക്ക് ഡെലിവറി ചെയ്യുന്നതാണ്. ഡെലിവറി ചെയ്യട്ടെ. Let's not do that again, please. ഇവിടെ എവിടെയാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ വണ്ടി ആക്സിഡൻ്റ് ആയി. ആ വണ്ടി പൊളിഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല. യാ വി ആർ സക്സസ്ഫുള്ളി ഡെലിവറി. ഇവിടെ വന്നിട്ട് ഇറക്കി വെക്കണം അല്ലേ? ഓ ഈ സാധനം ഇപ്പോൾ പൊട്ടി തെറുക്കുന്നില്ല, കയ്യിലും കൂടി പൊട്ടി തെറുക്കണമായിരുന്നല്ലോ. അപ്പോൾ ഈ കമ്പനി ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓ ഇയാളുടെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നു. ഒരാളുടെ ഉള്ളിൽ കൂടെ, രണ്ടാളുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ പോകും നമ്മൾ. യെസ്, നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുന്നു. Are you sure that I should sign for this, sir? I'm just a bellboy, and this doesn't seem right. ഏതവനാണ്? ഓക്കെ, നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഒരു ബൈനാക്കുലറിൻ്റെ ചിഹ്നമുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. മിഷൻ ഫ്രീ റോമിങ് വീഡിയോ. അടുത്ത എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മളതൊന്നും ചെയ്തില്ല. എന്തായാലും ക്യാഷ് കിട്ടി. ക്യാഷ് കൊടുത്താൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ കണ്ടോ, ആ ഓഷ്യൻ്റെ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ കാണാൻ അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാലോ പോട്ടെ. Winston, call me on the radio when you're ready for the next delivery. അവനെ ഞാൻ വെള്ളത്തിൽ തള്ളിയിട്ട് ഗൈസ്, അവനിനി വെള്ളത്തിൽ നിന്ന് എണീച്ച് വരുന്നുണ്ടോ എന്നാണ് എൻ്റെ ഡൗട്ട്. അതൊന്നും കാണാനല്ല ഒരു വഴിയില്ലല്ലോ. ഇല്ല, വെള്ളത്തിൽ നിന്ന് അവൻ എണീച്ച് വരുന്നൊന്നുമില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരുത്തൻ മാത്രം വെള്ളത്തിൽ നിന്ന് എണീച്ച് വരാത്തത് ഞാൻ കാണുന്നു. നമ്മളെ വണ്ടി കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഡെലിവർ അറ്റ് എനി കോസ്റ്റ്. മരിക്കാത്ത ആളുകൾ, പിന്നെ വേറെന്താ, ബിൽഡിങ്ങുകൾ പൊളിച്ചിടാം, സ്ട്രീറ്റ് ലൈറ്റ് പൊളിച്ചിടാം, എല്ലാം ഡിസ്ട്രക്ഷൻ എല്ലാം കിട്ടും. ചെറിയ മാപ്പാണ്, 9 GB അടുത്ത് 8 GB സംതിങ്ങേ ഉള്ളൂ ഗെയിം. നിങ്ങളുടെ ഫോണിലൊരു നിങ്ങളുടെ സിസ്റ്റത്തിലൊരു 9 GB സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാം. ചെറിയ മക്കൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാം. നല്ല രസമുണ്ട്. അതൊക്കെ ബിൽഡിങ്ങിലും ഇതൊക്കെ വണ്ടി നോക്കി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ്. നല്ല രസമാണ്. നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസം. ഇത് പക്ഷികളൊക്കെ പറക്കുന്നുണ്ടാ. അങ്ങനത്തെ വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. പിന്നെ ഗെയിമിൻ്റെ ഉള്ളിൽ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഇപ്പം നോക്കില്ല. ഗെയിം എത്രത്തോളം കളിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയുണ്ട്. കോമൺ ആയിട്ട് ക്യാഷ് സ്പീച്ച് എന്ന് വെച്ചാൽ ചാടാൻ പറ്റും, പിന്നെ ആൾക്കാരെ അടിക്കാൻ പറ്റും,
അടിച്ചിട്ടും കാര്യമൊന്നുമില്ല, ചാവുക ആൾക്കാർ. പിന്നെ നമ്മൾ ചത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീച്ച് വരും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ ഇനി അടുത്ത നമ്മൾ ഫ്രീ ആകുമ്പോൾ അടുത്ത മിഷൻ കളിക്കാൻ വേണ്ടിയിട്ട് ഐ നിൽക്കിയാൽ മതി. ഐ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ വാക്കി ടോക്കി കണ്ടില്ല, ആ വാക്കി ടോക്കി എടുത്തിട്ട് അടുത്ത മിഷന് വേണ്ടി പോകും. അടുത്ത ഒരു സ്ഥലത്ത് പോകും, ഒരു സാധനം എടുക്കാം, അങ്ങനെയൊക്കെ. അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ ഫുള്ള് കളിച്ചാലേ കഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് കളിച്ചിരിക്കാൻ പറ്റിയൊരു സാധനം. സോ സൈനിങ് ഓഫ് ഗെയിമിങ്. ഇത് ക്വിറ്റ് ചെയ്യാൻ എവിടെ പോവാം എന്നതിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. സെറ്റിങ്സിലാണ് ക്ലിക്ക് ചെയ്യുന്നില്ല. സേവ് ആൻഡ് എക്സിറ്റ്. സോ കൺഫേം ചെയ്യുന്നു.